ഇബ്രാഹിമിനെ കുറിച്ചാണ് മൂസാ നബിയും ഹാറൂൻ നബിയും പറഞ്ഞു തന്നത്. ഞാൻ അവരുടെ കൂടെയാണ്, ഞാനും അവരുടെ കൂടെയാണ്. റബ്ബി മൂസാ വ ഹാറൂൻ, ആ മൂസായുടെ റബ്ബിനെ കൊണ്ട് ഞാനും വിശ്വസിച്ചിരിക്കുകയാ. പടച്ചവനെ, മാഷിദ് ഹബീബ് റളിയല്ലാഹു തആല അൻഹു മുസ്ലിമായിരിക്കുകയാണ്. റബ്ബേ, കൂടെ കടന്നവൾ പോലും കൂടെയില്ലാതെയായി. കൊട്ടാരത്തിന്റെ അകത്ത് പട്ടിണിക്കിട്ട് നോക്കി, മാഷിത്ത പതറിയില്ല. പീഡനങ്ങൾ നടത്തി നോക്കി, മതാ ആസിയാ ബീബി അനങ്ങുന്നില്ല. അവസാനം എന്ത് ചെയ്തെന്നറിയുമോ? മണലാരുണ്യത്തിൽ കൊണ്ടുപോയി കെട്ടിയിടുകയാണ്. എന്റെ പെങ്ങള് ആസിയാ ബീബിയെ ഫിറഔന് വിവാഹം കഴിക്കാനുള്ള കാരണമെന്തെന്നറിയുമോ? ആസിയാന് വല്ലാത്ത ഗ്ലാമറാ പെങ്ങള്, വല്ലാത്ത സൗന്ദര്യമാ പെണ്ണ്. ഒരിക്കൽ കുളിക്കാൻ പോകുന്നത് ഫിറഔന് കണ്ടു. ആ സൗന്ദര്യം കണ്ടിട്ടാ ആസിയാനെ ഫിറഔന് വിവാഹം കഴിച്ചത്. ആ സുന്ദരിയായ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ മരുഭൂമിയിൽ കിടന്ന് പട്ടിണി കിടന്ന് വെയിൽ കൊണ്ട് പീഡനങ്ങൾ അനുഭവിച്ചു. എല്ലും തോലുമായി കണ്ണുകുഴിഞ്ഞു. പടച്ചവനെ, ശരീരം മുഴുവനും കറുത്ത് കരിവാളിച്ചു. അവസാനം പടച്ചവനെ, ഫിറഔനിന്റെ പട്ടാളം ആസിയാ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഗുഹ്യഭാഗത്തേക്ക് പഠിപ്പിച്ച കുന്തം കുത്തിയിറക്കുമ്പോ ആസിയാ ബീബി അല്ലാഹുവോട് ചോദിക്കുന്നത് എന്തെന്നറിയുമോ? റബ്ബി ബിനിലീ ഇൻദക ബൈതം ഫിൽ ജന്ന, ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബരത്തിൽ ജീവിക്കുന്ന ഫിറഔനിന്റെ കൊട്ടാരം ഞാൻ വലിച്ചെറിയുന്നു റബ്ബേ. എനിക്ക് വേണ്ടത് സ്വർഗത്തിലൊരു കൊട്ടാരമാ, എനിക്ക് വേണ്ടത് സ്വർഗത്തിലൊരു വീടാ. അല്ലാഹ്, എനിക്ക് സ്വർഗത്തിലൊരു വീട് തരണേ തമ്പുരാന്. ആസിയാ ബീബി റളിയല്ലാഹു തആല അൻഹ പടച്ചവനോട് മരിക്കുന്നതിന് മുമ്പ് ചോദിച്ചിട്ടാണ് ലോകത്തോട് വിട പറഞ്ഞത്. പെങ്ങളെ, ഈ പെണ്ണിനെ കാണിച്ചിട്ടാ അല്ലാഹ് പറയുന്നത്, നിങ്ങൾ ഈമാനിന്റെ വിഷയത്തിൽ ഈ പെണ്ണിനെ കണ്ടു പഠിക്കണേ.